സംരക്ഷിക്കാം. പക്ഷെ വോട്ട് കഴിയുമ്പോഴത്തേക്ക് അവരുടെ വകുപ്പൊന്നും പ്രാവശ്യം പറഞ്ഞത് കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പുള്ളതെന്ന് പറയുന്നത് എന്നിട്ട് 5 ലക്ഷം രൂപ ഇതിന് അനുവദിച്ച് കിടക്കുകയാണ് ചെയ്യാൻ വേണ്ടി. ഈ തെക്കേ വാക്കിൽ മോനെ ഒരു മുട്ടുപൊരി ഇട്ട് 50 മീറ്റർ മുട്ടെന്നും പറഞ്ഞാൽ ഇട്ടത്. പക്ഷെ അത് 25 പോലും ഇല്ല. എന്നിട്ട് ഇപ്പൊ പറയുന്നത് വടക്കേ വാക്കില, യഥാർത്ഥത്തിൽ വടക്കേ വാക്കിൽ ഒരു മുട്ട ഇട്ടാലേ ഞങ്ങൾക്ക് ഫലപ്രദമാവട്ടെ. കാര്യം വടക്കേ വാക്കിൽ മുട്ടിട്ടാൽ മണ്ണ് ഉടക്കുക, ആ മണ്ണ് മൊത്തം കുത്തിയെടുത്തുകൊണ്ട് പോയി. അപ്പം LDF സർക്കാർ ഇലക്ഷൻ വന്നപ്പോൾ പറഞ്ഞു ആ മുട്ട് ഉടനെ തന്നെ റെഡിയാണ്. ഇപ്പോൾ കോൺഗ്രസ്സുകാർ വന്ന് കയറി. ഇതുവരെ ഒരാൾ പോലും ഞങ്ങളെ സംരക്ഷിക്കാനായിട്ട് ആരും വന്നിട്ടില്ല. ഒരു പാർട്ടിയും വെച്ചില്ല. പറഞ്ഞു മനസ്സിലായി. അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടി അവർ പല ന്യായങ്ങളും പറയുന്നു. പറഞ്ഞു മനസ്സിലായി. അവസാനം ഞങ്ങളല്ല ഇത് തന്നെ. ഞങ്ങൾ ഈ പറഞ്ഞ കണക്ക് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ്. ഞങ്ങൾ എവിടെ പോകും? ഇതിനേക്കാൾ എത്രയോ ഈ കാലം ശേഷം ഈ മീൻപിടുത്തം തുടങ്ങിയ ജനങ്ങളെ ക്യാമ്പില്ലാത്ത ചെല്ലാനം മോടി ഇങ്ങോട്ട് നോക്കി എന്തെല്ലാം കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നു. ഇവിടെ നോക്കി ഇത്രയും വള്ളക്കാരുണ്ട്. ഒരു വല എടുത്ത് വിൽക്കാൻ ഒരു ഷെഡില്ല. കേട്ടാൽ തലയില്ലാത്ത കാര്യം എന്താ? കടലിൽ കയറിയാലേ ഇത് ഇടയ്ക്ക് വന്ന് മന്ത്രി ആരായിട്ടൊക്കെ പറഞ്ഞായിരുന്നില്ലേ സംരക്ഷിക്കാൻ വേണ്ടി എന്നൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത് 5 ലക്ഷം രൂപ ഇതിനു വേണ്ടി അനുവദിച്ച് കഴിഞ്ഞു. ഒരു കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് പറഞ്ഞു. ആ സമയത്തുള്ള കൗൺസിലർമാരും ഇവിടെ വന്നു. അത് പൈസ അല്ല, ഇതിപ്പോ നിങ്ങളുടെ ഓർമ്മയിൽ എത്ര വർഷമായി കാണും ഇത് ചരിഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട്? ഞങ്ങളുടെ ഓർമ്മയിൽ ഇപ്പോൾ ഒരു 25 വർഷം ഇങ്ങനെ തന്നെ നിൽക്കുക. 25 വർഷം കൊണ്ട് ഇങ്ങനെ നിൽക്കുക ഞങ്ങളുടെ ഓർമ്മയിൽ. അല്ലല്ലേ ഇത് ഇപ്പൊ ചരിഞ്ഞ് നിൽക്കാൻ തുടങ്ങി. സുനാമി വന്നിട്ട് ഇത് അനങ്ങിയില്ല. അവിടെ ഭയങ്കര ബലമായി. പക്ഷെ അത് അകം പൊള്ളയാ. പക്ഷേ ആ ഓളിക്കൂടെ നമ്മള് ആ ഓളിക്കൂടെ നമുക്ക് നോക്കാം. കല്ലെടുത്തില്ല, അതിനകത്ത് വെള്ളോരം കിടക്കും. പക്ഷേ വിളക്കമാടോന്ന് കേട്ടപ്പോൾ ഇവർ ജനത്തിൽ ലൈറ്റ് കാണുന്നു. ലൈറ്റൊന്നും ഇല്ല. ഒരു അടയാളത്തിന് വേണ്ടി വെച്ചിരിക്കുന്നുള്ളത്. അവരും പറയുന്നത് 100 വർഷമായിരുന്നു. ഇപ്പൊ എനിക്കിപ്പോ 67. ഇവര് എന്റെ അച്ഛൻ എന്റെ മൂത്ത ഇളയതാണ്. അപ്പൊ എനിക്ക് 67. പക്ഷെ അവരും പറയുന്നത് അന്നും 100 വർഷം കൊണ്ട് ഇതുണ്ടെന്ന്. അപ്പൊ ഞങ്ങൾക്ക് 65, 67 ആയില്ലേ. അപ്പൊ ഞങ്ങളുടെയും പ്രായത്തിലും ഞങ്ങൾ ഇത് ഇത്ര വർഷം അത് വേറെ സംഭവം പറയാനുണ്ടോ? ഞങ്ങൾക്ക് ഓർമ്മയുള്ള കാലത്ത് ഇത് കടൽ ഇവിടെ അടിക്കുന്നത്. മണ്ണാറ് ഇത് കരയിലാ നിന്നത് ശരിക്കും. ഏതാണ്ട് ഒരു 10-20 അങ്ങോട്ടാണ് കടലിൽ അങ്ങനെ ഒരു വ്യത്യാസം. അങ്ങോട്ടാണ് ഈ അടുപ്പുള്ളി സാധനം അതെല്ലാം പിടിച്ച് ഇങ്ങനെ കുത്തിച്ചെടികളെല്ലാം ഒരു സമയത്ത് പോലെ ഇവരൊന്നും ആരും മരിക്കില്ല. ആൾവാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വരാൻ ഈ അടംപള്ളി ആൾക്കാരും